കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ മതമൗലിക സംഘടനയായ SDPIക്ക് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയും രംഗത്ത്. ഫാക്ടറിക്കെതിരെ പ്രദേശവാസികൾ നയിക്കുന്ന ഒരു സമരത്തെ മറയാക്കിയാണ് ഈ പുതിയ അജണ്ടയുമായി ഈ ജമാഅത്തെ ഇസ്ലാമി എത്തുന്നതെന്നാണ് ആരോപണം. ജമാഅത്തെ ഇസ്ലാമി SDPI പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾ ഈ സമരത്തിൽ നുഴഞ്ഞുകയറുന്നത് സമരത്തെ പ്രതികൂലമായാണ് ബാധിക്കുകയെന്നും വിലയിരുത്തലുണ്ട്. കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് നിന്നും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ സാധിക്കില്ല, കാരണം വർഗീയ ശക്തികളുടെ നുഴഞ്ഞുകയറ്റം അത് എല്ലാ സമരത്തിലും കാണാൻ സാധിക്കുന്നു. ഇതുവരെ എത്ര പേരാണ് ഈ കേസിൽ പിടിയിലായത്? മാത്രമല്ല, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ സമരത്തിൽ മതമൗലിക സംഘടനയായ SDPIക്ക് പിന്നാലെ ഈ ജമാഅത്തെ ഇസ്ലാമിയും രംഗത്ത് വരുന്നു. ഇവരുടെ ലക്ഷ്യം അത് വളരെ വ്യക്തമാണ്. എന്തായാലും അതൊരു നല്ല ലക്ഷ്യമല്ല. ഇവരുടെ ഇടപെടലോടുകൂടി ഈ ഒരു സമരത്തെ അത് എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുക? അനഘ. അശ്വതി, ഈ ഫ്രഷ് കട്ടിൽ SDPI പ്രവർത്തകർ നുഴഞ്ഞു കയറി ഏകപക്ഷീയമായി ഫാക്ടറി തീയിടുകയും അതുപോലെ തന്നെ അവിടെ അടിച്ചു തകർക്കുകയും ഒക്കെ തന്നെ ചെയ്ത കേസിൽ 357 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ 15 പേരാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ SDPI പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. DYFI പ്രവർത്തകരും ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ളവർ ഈ SDPI പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും ഇപ്പോഴും ഒളിവിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ SDPI ആണ് ഈ ഫാക്ടറി കത്തിച്ചത് എന്ന കാര്യത്തിൽ SDPI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ SDPIക്ക് പിന്തുണയുമായി ജമാഅത്തെ ഇസ്ലാമി എന്ന മൗലിക സംഘടന കൂടി ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത് എന്നതാണ്. ഇന്നലെ SDPIയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വലിയൊരു സമരം സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സമരത്തിലേക്ക്, ഫ്രഷ് കട്ട് വിരുദ്ധ സമരത്തിലേക്ക് SDPI നുഴഞ്ഞു കയറുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന അതിതീവ്ര മതസംഘടന കൂടി ഈ വിഷയത്തിലേക്ക് തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി കൂടി ഫ്രഷ് കട്ട് സമരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് വലിയ ആശങ്കയോടെയാണ് പ്രദേശത്തെ ഒരു വിഭാഗം ജനങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഒരു പ്രദേശത്തെ ആ പ്രദേശത്തെ ആളുകൾ മാത്രം നയിച്ചിരുന്ന ഒരു പ്രാദേശിക സമരമായിരുന്നു ഫ്രഷ് കട്ട് വിരുദ്ധ സമരം. ആ സമരത്തിലാണ് ഒരു ദിവസം പെട്ടെന്നാണ് സമരത്തിന്റെ മുഖം മാറുന്നത്. അത് വലിയ രീതിയിൽ കലാപത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ കലാപത്തിന് അല്ലെങ്കിൽ ആ അതിക്രമത്തിന് നേതൃത്വം നൽകിയത് SDPI ആണ്. SDPIയുടെ പ്രാദേശിക നേതാക്കൾ അടക്കം ചേർന്നാണ് ഈ ഫാക്ടറിക്ക് തീയിടുകയും ഈ ഫാക്ടറിയിൽ അന്ന് 15-ലധികം ഈ ഫാക്ടറിയിലെ ജീവനക്കാർ ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഒരു നിമിഷം ആ ഫാക്ടറിയിലെ ജീവനക്കാരുൾപ്പെടെ ആ ഫാക്ടറിക്ക് അകത്ത് നിന്ന് കത്തിച്ചാമ്പലാകേണ്ടതായിരുന്നു. SDPIയുടെ അതിക്രമം ആ രീതിയിലായിരുന്നു. തലനാരിടയ്ക്കാണ് ആ ജീവനക്കാർ ആ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. കൃത്യമായി അന്ന് ഫ്രഷ് കട്ട് ഫാക്ടറിയിൽ നടന്നത് ഒരു ആസൂത്രിത കലാപം തന്നെയായിരുന്നു. അതിനുശേഷം കൃത്യമായി തന്നെ SDPI ആണ് ഇതിന് പിന്നിലെന്ന് പോലീസും പറയുന്നു. CPM നേരത്തെ തന്നെ ഇത് ആരോപണം ഉന്നയിച്ചു വരുന്നു. BJP അടക്കമുള്ള സംഘടനകൾ കൃത്യമായി തന്നെ SDPI വിഷയത്തിൽ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ SDPI ഒരു വിഭാഗം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് SDPI അല്ലെങ്കിൽ ഈ സമരത്തിലേക്ക് സമസ്ത വരുന്നു. നാസർ ഫൈസി കൂടത്തായി സംസ്ഥയുടെ നേതാവാണ്. ഈ സംസ്ഥാന നേതാവും ഈ ഫ്രഷ് കട്ട് സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി എന്ന 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര വർഗീയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അതിതീവ്ര വർഗീയ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ സംഘടനയുടെ ഈ രാഷ്ട്രീയ മുഖമായിട്ട് വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നലെ ജമാഅത്തെ ഇസ്ലാമി ഈ സമരത്തിലേക്ക് ഇടപെടുന്നത്. കൃത്യമായി തന്നെ ആളുകളെ ഈ സമരത്തിൽ തങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, ഇത്തരത്തിലുള്ള പ്രാദേശിക സമരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കുകയാണ് SDPI ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഉദ്ദേശം. അതുവഴി ജനങ്ങൾക്കിടയിലേക്ക് കയറി ചെന്ന് അവരുടെ തീവ്ര ആശയങ്ങൾ അത് ഇൻജക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ഇതിൽ പോലീസിന്റെ അനാസ്ഥ കൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ SDPI പ്രവർത്തകർക്ക് കുട പിടിക്കുന്നത് ഈ പോലീസുകാരാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തതിൽ മിക്ക പ്രതികളും SDPI പ്രവർത്തകരാണ്. തങ്ങളുടെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നിട്ട് കൂടിയും ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അനഘ.
തീർച്ചയായും അതായത് ഈ കേസിൽ പ്രധാനമായിട്ടും SDPI പ്രവർത്തകരാണ് ഈ ഫാക്ടറി കത്തിച്ചത് എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഈ കേസിൽ നിലവിൽ വിരലിൽ എണ്ണാവുന്ന SDPI പ്രവർത്തകർ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. പല SDPI പ്രവർത്തകരും ഈ വിദേശത്തേക്ക് കടന്നു എന്നുള്ളൊരു സൂചന പോലും പുറത്തു വരുന്നുണ്ട്. DYFI പ്രവർത്തകരും ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് DYFI പ്രവർത്തകരാണ്. ഇവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കൃത്യമായി പ്രതികളെ ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഈ SDPI പ്രവർത്തകരുടെ വീടുകളിൽ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പോലീസിന്റെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ ഇടപെടൽ തടയാനായി SDPIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ പ്രദേശത്തുണ്ടായിരുന്നു. അതായത് ജനങ്ങളുടെ ഇമോഷൻസ് അത് കയ്യിലെടുക്കാനുള്ള ശ്രമം SDPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോലീസിന് നേരെ എല്ലാ കുറ്റവും ആരോപിക്കുന്ന രീതിയിലേക്ക് ആ പ്രദേശവാസികളെ കൊണ്ടെത്തിക്കാൻ ഈ SDPI പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് വീടുകളിൽ കയറി പോലീസ് പരിശോധിക്കുന്നതിനൊക്കെ തന്നെ ആ പ്രദേശത്തെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പോലീസിനെതിരെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് പിന്നീട് ഫോൺ വിഷ്വൽ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് 357 പേർക്കെതിരെ കൃത്യമായി തന്നെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 15 പേർ മാത്രമാണ് ഈ ദിവസമായിട്ടും ഈ ഫാക്ടറിയിൽ തീയിടുന്ന സംഭവം അടക്കം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ പോലും ഈ വിരലിലെണ്ണാവുന്ന 15 പേർ മാത്രമാണ് ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ബാക്കിയുള്ള SDPI പ്രവർത്തകർക്കായിട്ടുള്ള അല്ലെങ്കിൽ SDPI ഇത്തരം അക്രമം നടത്തിയ SDPI അക്രമികൾക്കായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇനിയും ഏറെ പേർ ഈ കേസിൽ പിടിയിലാകാനുണ്ട് എന്നതാണ് അശ്വതി. യെസ് അനഘ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യാനാ കേരളത്തിലൊരു അവസ്ഥ, അതായത് ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം പോലും നടത്താൻ സാധിക്കുന്നില്ല. അതിലും ഈ തീവ്ര വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നു, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു, ഈ സമരത്തിന്റെ മുഖം തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ മതമൗലിക സംഘടനയായ SDPIക്ക് പിന്നാലെ ഇപ്പോൾ ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തെത്തുന്നു. ഈ സമരത്തിന്റെ മുഖം തന്നെ മാറ്റുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.